ഹലോ എവരിവൺ. കശ്മീരിലെ പ്രധാന കാഴ്ചകളൊന്നായ ദാൽ ലേക്കും അതിലെ ഷിക്കാര റൈഡുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൂടാതെ മാർച്ച് ഏപ്രിൽ മാസത്തിലെ കശ്മീരിലെ കാഴ്ചകൾക്ക് വീണ്ടും ഒന്നുകൂടി മിഴിവേകുന്ന തുലിപ് ഗാർഡനിലെ കാഴ്ചകളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഷിക്കാര റൈഡ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അല്ലാതെ ചെയ്യുന്നവർക്ക് ഏകദേശം 100 രൂപ മുതൽ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമുക്ക് ഈ ഷിക്കാര റൈഡ് ചെയ്യാവുന്നതാണ്. പാക്കേജിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ നമ്മൾ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കും കേട്ടോ. पेंटिंग किया क्या भाई इसमें? ये नहीं, ये वीविंग है, प्रिंट नहीं। अच्छा वीविंग है, मस्त एकदम। ये प्रिंट नहीं है। ये कितना 1.5 इंटू 4 फीट है क्या? ये 2x4 आता अच्छा 2x4 मस्त एकदम 3000 रुपीज। आपका नाम भाई? जोहर अहमद। ഒരു തവണ एक बार ये पैसा खर्चा कर लो मस्त एकदम वसूल है, पैसा वसूल। कलर और रशिला इसमें पैर कैसे रखेंगे भाई? पैर रखने का मन ही नहीं करेगा इसमें। पैर कहाँ रखना, ये दीवार पे। अच्छा दीवार पे रहता है क्या? सॉरी पैर कहाँ रखेगा? ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഇവിടുത്തെ. ആക്ച്വലി ഇതൊരു ഹൗസ് ബോട്ടാണ്. ഹൗസ് ബോട്ടിനകത്ത് ഇപ്പോൾ നമുക്ക് ഷോൾസ് എല്ലാം വാങ്ങാം. 150 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വിലയുള്ള ഷോൾസ് ഇതിനകത്തുണ്ട്. അതുപോലെ കാർപ്പറ്റ്സ്, ഡ്രസ്സസ്, ജാക്കറ്റ്സ്, സാരി, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൊണ്ടുവന്നാണ്. അപ്പോൾ ഒരു 50 നമുക്കൊരു 1 hour റൈഡാണ് ഷിക്കാര റൈഡ്. 1 hour 15 minutes കൂടി കൂടുതൽ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ കാണാനായിട്ട് വന്നാണ്. നമ്മൾ ഷോൾസ് വാങ്ങിയിട്ടുണ്ട്. ആ സാധനം പക്ഷേ അടിപൊളി മുതലാണ് കേട്ടോ. ആ ഒരു ഇത് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ. അങ്ങനെ ദാൽ ലേക്കും അതിലെ കാഴ്ചകളും ഷിക്കാര റൈഡും എല്ലാം എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു തുലിപ് ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സാധാരണയായിട്ട് മാർച്ച് ഒരു 3rd വീക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യാറ്. അതുപോലെ ഏപ്രിൽ 3rd വീക്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു 1 month ഷോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാ വർഷവും അതിൻ്റെ ഒരു ഡേറ്റ്സ് കൃത്യമായിട്ട് ഒന്ന് ന്യൂസിലൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങളൊരു സംഭവം പ്ലാൻ ചെയ്യുക. പക്ഷേ ഇതൊരു രക്ഷയില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ആ കാഴ്ചകളിലേക്ക് പോകാം. चलिए चलिए, इनके साथ कौन है? ഇതൊരു മുതലാണ് കേട്ടോ തുലിപ് ഗാർഡൻ. ഈ ഒരു അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് ഈ മാർച്ച് അവസാനം ഏപ്രിലൊക്കെ കാശ്മീരിലേക്ക് ആളുകൾ ഒഴുകി എത്തുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ എത്ര തിരക്കുണ്ടെന്ന്. അപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നു. ഇന്ന് ഏപ്രിൽ 7ാം തീയതിയാണ്, മൺഡേ ആണ്. ഇന്നലത്തെ ഇവിടുത്തെ തിരക്ക് ഭയങ്കരമായിരുന്നാണ് കേട്ടത്. റോഡിലൊക്കെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു. എത്ര മനോഹരമാണ്. 17,000 എന്തോ രീതിയിലുള്ള പൂക്കളാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. ഇത്തവണ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 മാസമൊന്നും ഇല്ല, ഒരു മാസത്തേക്ക് ഒരു കാഴ്ചയാണ് ഇവിടെ. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഒരു 11 മാസം ഇവർ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ തുളിപ്സ് മാത്രമല്ല, നമുക്കിവിടെ വേറെയും ആൽമണ്ട്സിൻ്റെ ചെടികളൊക്കെ കാണാം. ആ ഒരു കളർ കാണുന്നുണ്ടല്ലോ, ഒരു പിങ്ക് കളറിലുള്ള ഭയങ്കര രസമുണ്ട്. പിങ്ക് അല്ല, ആ ഒരു എന്തായാലും പറയുക, ഒരു ബർഗണ്ടി ടൈപ്പ് കളർ. ആ ഒരു കളറിലൊക്കെ ഉള്ള ഒരുപാട് പൂക്കൾ, ഒരുപാട് ചെറി ബ്ലോസംസ്, അങ്ങനെ ഒത്തിരി നമുക്ക് കാണാം കേട്ടോ. നമ്മളിത് അവിടെ നിന്നാണ് എൻട്രി ചെയ്ത് വന്നത്. നമ്മളൊരു കുറച്ച് ഏരിയ ഉണ്ടാവുള്ളത്, പക്ഷേ അങ്ങോട്ട് ഇനിയും കിടക്കണം ഒത്തിരി ഒരു ഏരിയ കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പല പല കളറിലും പല രീതിയിലുള്ള തുലിപ് ഫ്ലവേഴ്സ് നമുക്ക് കാണാം. കുറേയൊക്കെ കണ്ടോ, കുറേ ഇങ്ങനെ വിരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ മൊട്ടായിട്ടല്ല നിൽക്കുന്നത്, കുറച്ച് വിരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല കേട്ടോ. ഇത് ശരിക്കും വേർതാണ്. നിങ്ങളൊരു കാശ്മീർ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും കൂടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ, ഈ ഒരു സംഭവം കൂടി. അതായത് അതുകൊണ്ടാണ് നിങ്ങൾ മാർച്ച് അവസാനം ഏപ്രിലൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ് കേട്ടോ.
നമ്മളിപ്പോൾ ശ്രീനഗറിലെ കശ്മീർ യാത്രയുടെ അവസാനത്തെ ഒരു ആക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. നമ്മുടെ ഡ്രൈവർ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടുത്തെ ഇപ്പോൾ തുലിപ് ഗാർഡൻ കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിഷാദ് ഗാർഡൻ എന്ന സംഭവമായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ വിട്ടു. ഇന്നലെ പോയ ആളുകളൊക്കെ ചോദിച്ചതനുസരിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുലിപ് ഗാർഡനിലെ കറക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നേക്കാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. ആ ഒരു പൂക്കൾ നിറഞ്ഞ മരമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഫൗണ്ടൻ കാണാം, അവിടെ ഒരു ലേക്ക് കാണാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ. നമ്മൾ പിന്നെ വീണ്ടും ഇനി ഒരുപാട് ഇപ്പോൾ നിഷാദ് ഗാർഡനും അങ്ങനെ ഗാർഡൻസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ലാന്ന് തീരുമാനിച്ചു. കാരണം ഓൾറെഡി തുലിപ് ഗാർഡൻ നമ്മൾ കണ്ടുകൊണ്ട് മറ്റെന്ത് കണ്ടാലും അത്ര വില ഉണ്ടാവില്ല. പിന്നെ നമുക്ക് തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരീമഹൽ ആൻഡ് അവിടെയുള്ള ഒരു ഗാർഡൻ എൻജോയ് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് ഇപ്പോൾ ഒരു ഓട്ടോയൊന്നും കടത്തി വിടുന്നില്ല, വാഹനങ്ങളൊന്നും പോകാൻ സമ്മതിക്കുന്നില്ല. നടന്ന് തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഒരു 3-4 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു. അവർ ഒരേ യൂണിഫോമൊക്കെ ഇട്ട് അവർ ഒരുമിച്ച് വന്നിരുന്ന് ലഞ്ചൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു മരങ്ങളുടെ ചുവട്ടിലേക്കൊക്കെ മാറുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ബേഫുട്ടായിട്ട് നടക്കുമ്പോൾ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. ഓ, അപ്പോൾ നമ്മുടെ കശ്മീർ യാത്ര ഇന്ന് ഇതോടുകൂടിയൊക്കെ അവസാനിക്കേണ്ട സമയം ഏകദേശം 1 മണിയൊക്കെ ആവുന്നു. ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഗാർഡനിൽ നിന്ന് ഇറങ്ങുന്നു, ലഞ്ച് കഴിക്കുന്നു, തിരിച്ച് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. അതൊക്കെയാണ് പ്ലാൻ. ഒരു 6:45 കൂടി നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്. നമ്മളൊരു 3 ടീമായിട്ടാണ് തിരിച്ചു പോകുന്നത് ആക്ച്വലി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നേരത്തെ പോകേണ്ടതായിട്ടുണ്ട്, കാരണം ഇവിടുത്തെ ചെക്കിങ് കുറച്ച് കൂടുതലാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കുറേ കൂടി നേരത്തെ നമ്മൾ ഇവിടുത്തെ എയർപോർട്ടിൽ എത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് കാശ്മീർ. നമ്മുടെ ഏറ്റവും ഇവർ പറദീസ എന്നൊക്കെ വിളിക്കുന്നത് വെറുതെ നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ദാൽ ലേക്കും അതുപോലെ അങ്ങനത്തെ ഒരു ബാക്ക് വാട്ടർ പോലത്തെ ഒരു എൻജോയ്മെൻറ്റിനാണെങ്കിലും ഗാർഡൻസിനാണെങ്കിലും അതുപോലെ മഞ്ഞ് പുതച്ച താഴ്വാരങ്ങളും മലകളും കാണാനാണെങ്കിലും ഒക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് കാശ്മീർ. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് ഓവർ ക്രൗഡഡാണ്. ഓഫ് കോഴ്സ് വേദിയാണ് തീർച്ചയായും, പക്ഷേ ഓവർ ക്രൗഡഡാണ്. പ്രത്യേകിച്ച് ഈ ഒരു സീസണിലൊക്കെ ഏപ്രിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഓവർ ക്രൗഡായി മാറും. നമുക്ക് പിന്നെ കുറേ കൂടി സമയമുണ്ടെങ്കിലാണ് ഓഫ് ബീറ്റ് പ്ലേസസൊക്കെ പോകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ശ്രീനഗറിൽ സ്റ്റേ ചെയ്യുന്നു. ഓരോ സ്ഥലങ്ങളും ഏകദേശം 80-90 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു സ്ഥലം മാത്രം പോയി വിസിറ്റ് ചെയ്യുക, അവിടെ എൻജോയ് ചെയ്യാമെന്ന് മാത്രമേ നടക്കാറുള്ളൂ. അതിൽ കൂടുതലൊരു സംഭവം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദിവസങ്ങൾ നമുക്ക് വേണ്ടി വരും. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ സംഭവങ്ങളും കോസ്റ്റ്ലിയാണ്. നമ്മൾ ശ്രീനഗറിൽ ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ്ങും ഈ ഒരു ഗാർഡൻസ് ഒന്നും കോസ്റ്റ്ലി അല്ല കേട്ടോ. തുലിപ് ഗാർഡൻ പോലും 75 രൂപയ്ക്കാണ് അഡൽട്ടിന് ടിക്കറ്റിനുള്ളൂ. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു 35 രൂപയ്ക്ക് ടിക്കറ്റിനുള്ളൂ. ഈ ഒരു ഗാർഡന് അതുപോലെ 30 രൂപയും ഒക്കെയാണ് അഡൽട്ട്സിന് ടിക്കറ്റിനുള്ളൂ. അപ്പോൾ അതൊന്നും കോസ്റ്റ്ലി അല്ല. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും. ഇപ്പോൾ നിങ്ങൾ പാക്കേജ് എടുത്തുകൊണ്ട് ശ്രീനഗർ ടു പഹൽഗാം ആയാലും അതുപോലെ സോൻമാർഗ് ഗുൽമാർഗൊക്കെ പോകുന്നതിനുള്ളൊരു ചാർജസ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഞങ്ങൾ പാക്കേജ് എടുത്ത് ട്രിപ്പ് വാലി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളീസ് തന്നെ നടത്തുന്ന ടീംസിൻ്റെ അടുത്ത് നിന്ന് തന്നെയായിരുന്നു. നമുക്കുള്ളൊരു എക്സ്പീരിയൻസൊക്കെ ഓക്കെ ആയിരുന്നു. അവർ നമ്മുടെ അടുത്തുനിന്ന് ആ ഡീല് ഉറപ്പിച്ചതിന് ശേഷം അവർ നമുക്ക് ഇവരുടെ നമ്പർ തരുന്നു. പിന്നെ നമ്മൾ ഫുള്ളി ഇവിടുത്തെ ഒരു ഹോട്ടൽ ഓണറുമായിട്ടാണ് ഡീല്. അവരാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ട്രിപ്പ് വാലിയുമായിട്ട് പിന്നെ വേറൊരു കണക്ഷൻ ഇല്ലാതായി പോയി, വേറൊരു ഫീഡ്ബാക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാതായി പോയി എന്നൊരു കംപ്ലയിൻറ്റ് എനിക്കുണ്ട്. അല്ലാതെ പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഹോട്ടൽക്കാരൻ്റെ സർവീസ് മൊത്തത്തിൽ ഓക്കെ ആയിരുന്നു. പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് നമ്മൾ പോയിട്ട് ഗുൽമാർഗിലായാലും അതുപോലെ സോൻമാർഗിലോ നമ്മൾ ഫസ്റ്റ് ഡേ പഹൽഗാം പോയപ്പോഴേക്കാണെങ്കിൽ തന്നെ ഈ ഒരു ഹോഴ്സ് റൈഡിനായാലും ഇവരുടെ സ്നോ ബൈക്കിംഗ് അതുപോലെ ഇവിടുത്തെ യൂണിയൻ ടാക്സിയിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള ചാർജസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് 6 മാസമൊക്കെയാണ് ശരിക്കും ബിസിനസ് ഉള്ളൂ, അത് കഴിഞ്ഞാൽ ബിസിനസ് ഇല്ല, അതുകൊണ്ടൊക്കെയാണെന്നാണ് പറയുന്നത്. വാട്ടെവർ എന്തൊക്കെ പറഞ്ഞാൽ ചാർജസ് കൂടുതൽ തന്നെയാണ്. നമ്മൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ചെറിയ റേറ്റിൽ ഡോമറ്ററീസോ അല്ലെങ്കിൽ ചെറിയ റൂംസൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് ചിലവാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് കശ്മീർ ട്രിപ്പ് വരിക. വേദിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എത്ര രൂപ കൊടുത്ത് പോകാനുണ്ടോ എന്നൊക്കെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സോൻമാർഗിൽ പോയിട്ട്
നമ്മളവിടെ നിന്ന് 4 പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു കാറിന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ പോലും ഇല്ലാത്തൊരു ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ 2 കാറിന് അവർ 10,000 രൂപ വാങ്ങുന്നുണ്ട്. അതുപോലെ ഇവരുടെ ബൂട്ട്സ്, കോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേ പൈസ നമ്മുടെ കയ്യിൽ വാങ്ങുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ മോശം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുണ്ട്. ഇവർ പണം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പല പരിപാടികൾ കാണിക്കുന്നുണ്ട്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ഉള്ളതായിരിക്കാം, പക്ഷേ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് തോന്നി. അതുപോലെ ഫസ്റ്റ് ഡേ നമ്മൾ പോയപ്പോൾ അവിടുത്തെ ഒരു പേൽഗാമിലുള്ളൊരു ഹോഴ്സ് റൈഡ് പല റേറ്റ് ഉണ്ട്. 800 രൂപയ്ക്ക് മുതൽ പോകുന്നവരുണ്ട്. പക്ഷേ ഇവർ യൂണിയൻ്റെ റേറ്റും ഇവർ നമ്മൾ എത്ര ബാർഗെയിൻ ചെയ്താലും ഉള്ള പരിപാടികളും ഇവർ നമ്മുടെ അടുത്ത് 7 പോയിൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹോഴ്സ് റൈഡിന് കൊണ്ടുപോയത്. പക്ഷേ അത് ഇതിലെ മെയിനായിട്ടുള്ള പോയിൻ്റ് ആ ഒരു മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ പോയിൻറ്റ് മാത്രമാണ്. ബാക്കിയെല്ലാം പോകുന്ന വഴിക്ക് എവിടേക്ക് നിർത്തിയിട്ട് ഇതാണ് ആ പോയിൻ്റ് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് വെറുതെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പരിപാടികളായിട്ടാണ് തോന്നുന്നത്. അതുപോലെ ഇവർ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞൊരു ലേക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ലേക്കിൻ്റെ പേര് ഞാൻ പുറകുന്നില്ല. ആ ഒരു ലേക്കിലേക്കൊന്നും അവർ കൊണ്ടുപോയിട്ടേ ഇല്ല. കാരണം നമ്മളെ അടുത്ത് നിന്ന് പൈസ വാങ്ങുന്നവരല്ല നമ്മൾ കൊണ്ടുപോകുന്നവർ. അവരൊക്കെ വേറെ ടീംസാണ്. അതുപോലെ നമ്മൾ ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഇവർ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മളെ ഒരുപാട് വെറുപ്പിച്ച സംഭവങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി ഗുൽമാർഗ് പോയപ്പോൾ നമ്മൾ ഗൊണ്ടോള ടിക്കറ്റ്സ് ഇല്ലായിരുന്നതുകൊണ്ടും വേറെ റൈഡ്സ് ഒന്നും നമ്മൾ എടുക്കാതിരുന്നതുകൊണ്ടും നമ്മൾ സത്യം പറഞ്ഞാൽ സമാധാനമായിട്ടൊന്ന് എൻജോയ് ചെയ്തു കേട്ടോ. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വേറെ ഇവരുടെ ശല്യം, വെൻഡേഴ്സിൻ്റെ ആരും ശല്യമൊന്നും ഇല്ലാതെ നമ്മൾ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സമാധാനമുള്ള ദിവസമായിരുന്നു കേട്ടോ ആക്ച്വലി ഇന്നലെ. ഇന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിവേ, കശ്മീർ ഈസ് ബ്യൂട്ടിഫുൾ. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ബ്യൂട്ടിഫുൾ സംഭവമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോസും അതിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.